ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ ലോങ് ടൈം. കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് വി ആർ ബാക്ക്. അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രേണുസൊന. നമുക്ക് ചേച്ചി പറയണമെന്ന് കേൾക്കാവേ. ചേച്ചി എന്ത് പറഞ്ഞാലും എനിക്ക് കുറ്റം പറയാൻ കുറേ എന്ത് ഇവരുടെ മനസ്സിൽ എനിക്കറിയില്ല. ഇവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും കുശുമ്പായിരിക്കും അല്ലേ കുറച്ച് ഈ നെഗറ്റീവ് പറയാൻ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ ഒന്നും പ്രേമിക്കാൻ പോകുന്നില്ല, അവരുടെ മക്കളെ പിടിക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു. ഞാൻ ആരെ ഒന്നിനും പറയാൻ പോകുന്നില്ല. തത്തമ്മച്ചുണ്ട് എന്തോന്നാണ് പുള്ളിക്കാരി പറയുന്നത്? കുശുമ്പാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും കമന്റ്സ് ഇടുന്നവർക്കൊക്കെ ഭയങ്കര കുശുമ്പാണെന്നാണ് പറയണത്. കാരണം രേണുവിന്റെ അത്ര അഭിനയിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ലല്ലോ. നല്ല കാര്യം ചെയ്യണ രേണുവിനെ പറയണത് കൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കുസുമ്പ്. അതാണ്, ഭർത്താവിനെ പിടിക്കാൻ വരണില്ല, നമ്മളെയൊന്നും പിടിക്കാൻ വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുസുമ്പാണെന്നാണ്. രേണു ആ ഒരു വാക്ക് പറയരുത്. നീ ഭാര്യ ഉള്ള സുധി കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിഞ്ഞോണ്ടിരുന്ന സുധിയാണ് രേണു പിടിച്ചത് ഓർമ്മയുണ്ട? കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയണവരെയൊന്നും പിടിക്കാൻ വരൂലെന്നല്ലേ അറിഞ്ഞ? ആരെയാണ് പിടിച്ചത്? അതും അത് ശരിയാണല്ലോ. രേണു പിടിക്കുന്ന എല്ലാരും കല്യാണം കഴിഞ്ഞവരാണ്. കറക്റ്റ്. പ്രതീക്ഷ അഭിനയിക്കണം എന്ന് പറയുന്നു. ഈ അഭിനയം എന്തരാണെന്ന് പോലും രേണുവിനെ അറിഞ്ഞൂടാ. രേണു എന്തരൊക്കെ പിത്തള ഇങ്ങനെ കാണിക്കും. ആ കൂടെ കിടന്ന് കുലുങ്ങണവന്മാര് മൊത്തം എന്തോന്നാണ് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് മക്കളും കുടുംബമായിട്ടൊക്കെ കഴിയണവരാണ്. അതിനൊരു ലേബലുണ്ട്, അഭിനയം. അതുകൊണ്ട് കൊള്ളാം. ഇതിന് അഭിനയമൊന്നും പറയത്തില്ല. അയ്യോ, അവരുടെ യൂണിവേഴ്സിൽ ഇതൊക്കെ അഭിനയമാണ്. നമ്മളെ ദാസപ്പൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, അതൊന്ന് കാണും. അയാളുണ്ടാക്കിയ പേരാണ് ഈ ദാസപ്പൻ കോഴിക്കോടെന്ന്. ദാസേട്ടൻ. ഇതില് ഇയാൾക്ക് വേറെയും പേരുണ്ട്, പഴംപൊരി ദാസ്. നമുക്ക് ദാസപ്പൻ എന്ന് വിളിക്കണ്ട, എനിക്ക് പഴംപൊരി എന്ന് വിളിക്കണാണ് ഇഷ്ടം. അപ്പൊ ഉമ്മ പഴംപൊരി എന്ന് വിളിച്ചു, ഞാൻ ദാസപ്പൻ എന്ന് വിളിക്കാം. രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടം. ഓക്കെ. അപ്പൊ ദാസപ്പന്റെ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലത് ചെയ്തുകൊണ്ടിരുന്നത് ആരും കാണത്തില്ല, ദാസപ്പൻ നല്ലത് ചെയ്താണ് മുമ്പോട്ട് വന്നതെന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ദാസപ്പന്റെ അക്കൗണ്ട് ഞാൻ അരിച്ചു പെറുക്കി നോക്കി, അതിന്റെ നല്ലതൊന്നും ഞാൻ കണ്ടില്ല. ദാസപ്പൻ കോമാളി കാണിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇതിൽ പുള്ളിക്കാരൻ ആരെയൊക്കെയോ ഇൻഫ്ലുവൻസ് ചെയ്ത് പുള്ളിക്കാരൻ ആർക്കൊക്കെയോ നല്ലത് ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇത് കണ്ടല്ലോ കേട്ടോ. സോഷ്യൽ മീഡിയയിൽ എയറിലാണ് കത്തി നിൽക്കാന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്താ ചെയ്തത് ശരിക്കും? ആക്ച്വലി അതെ ഞാൻ എന്താ ചെയ്തത് ദാസേട്ടനെന്ന് വിളിച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ദാസപ്പൻ എന്താ ചെയ്തത്? പഴംപൊരി ചെയ്തത് രണാസുനായ പൊക്കിയിട്ടടിച്ച് അഭിനയൊന്നും പറഞ്ഞുകൊണ്ട് പൊക്കിയിട്ട് ഇങ്ങാട്ടടി അഭിനയൊന്നും പറഞ്ഞ് കാണിക്കാത്ത കോപ്രായങ്ങളില്ല. അതിനാണ് ഈ ആൾക്കാർ നിങ്ങളെ എയറിൽ കയറ്റിയത്. പച്ച അപരാധമാണ് അത് കാണിച്ച്, ഏപ്പടം പോലെയാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കും, പിന്നെ നമ്മളെ ലാലേട്ട അഭിനയിക്കണതാ, മമ്മൂക്ക ഇതാണ് ചോദിക്കണ. ദാസപ്പൻ ചോദിക്കണ ഇതാണ്, മറ്റോള് ചോദിക്കണതും അതാണ്. മഞ്ജു വാര്യർ അഭിനയിക്കണതാ അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിനയിക്കണതാ, അതൊക്കെയാണ് അഭിനയം. ഇത് അഭിനയമാണ്. അപ്പം ആരാ ചോദിക്കണിട്ട് അത് അഭിനയം, ഇത് പിന്നെന്തോന്നാണ്? ഇത് പണ്ട് നമ്മള് കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയും മക്കളും കളിക്കത്തില്ലേ, ടീച്ചറും കുട്ടിയും കളിക്കുക, അങ്ങനത്തെ കളികൾ ഉണ്ടായിരുന്നല്ല. എനിക്കിതൊക്കെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരണത്. റീൽസ് ചെയ്താണോ ദാസേട്ടൻ കോഴിക്കോട്? റീൽസ് ചെയ്തതാണോ? ഇപ്പം സംഭവം വേറൊന്നുമല്ല, നിങ്ങൾ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് പല ഇന്റിമേറ്റ് സീൻസും ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സീൻസ് കാണുന്നില്ല. മാത്രമല്ല, നമ്മൾ മെയിൻ ആയിട്ട് പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് തൊട് പിടിക്ക്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്, വൈറൽ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇഷ്ടായി. അത് ചോദിച്ചത് നല്ല കാര്യം. അങ്ങനെയാണ് പറയണ. നമുക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പോ പിന്നും എന്തോ ഈ കാണിക്കുന്ന അങ്ങനെ ഇത് ബാക്കി ഇരുന്നോണ്ട് പിടി വലിയെന്ന് പറയണ കേൾക്കുമ്പോഴാണ് ചോരിങ്ങനെ കേറി അവളിങ്ങനെ വരും.
അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ ഒരു സംഭവം ഇറങ്ങുമ്പോൾ ഇതിലൊന്നും പല സീൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് ഇങ്ങനെയുള്ള കുൽസിതങ്ങൾ കാണിച്ചാൽ മാത്രമേ ജനങ്ങൾ കാണൂ. ഇതാണ് ഇവരവിടെ കാണിച്ചു വെച്ചത്. ഒരാളെടുത്ത് പൊക്കുന്നു, മറ്റൊരാളുടെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അവൻ ഇങ്ങനെ രണാസുനാര തട്ടണ് അടിക്കണ്. പിന്നെ അടുത്ത ആളിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം അയാൾ അള്ളിക്കീറിന് പട്ടച്ചാരായല്ലോ എന്തൊരു ഉന്ത്രാണ്ടോ എന്തോ കള്ള് അത് അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴും കുറച്ചുകൂടെ മദ്ദാലസുന്മത്തന. ഇതല്ല ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കോരി കൊടുക്കണതാണ് കോമഡി. അയ്യോ മദാലസ ഉന്മത്തനായി അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു. ഇതൊക്കെയാണ് നടന്നത്. ഇതിനാണ് ഇതെന്തോന്ന് അഭിനയ സിംഗ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഇന്റിമേറ്റ് ഷൂട്ടോ കാര്യങ്ങളോ ചെയ്യുന്നോണ്ട്, ഒരു മൂവിക്ക് വേണ്ടി ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത് ഭയങ്കര വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് അസരം കൊടുക്കുന്ന വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, നല്ല ആൽബംസ് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയക്ക് വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ അക്കൗണ്ട് ഞാൻ അരിച്ച് പിറക്കി നോക്കിയിട്ട് ഒന്നും കാണാനില്ല. തുണി ഉടുക്കാതെ കിടന്നും കൊണ്ട് കാണിക്കുന്നതേ കണ്ടോളൂ. ഒരു 100 രൂപ ഷർട്ടെങ്കിലും വാങ്ങിച്ചിട്ടൂടെ മാമാ? എന്നിട്ട് പറയണ സമൂഹത്തിന് നല്ലത് ഞാൻ ചെയ്തെന്ന്. സമൂഹത്തിന് നല്ലത് ചെയ്തത് നല്ല മെസ്സേജ് കൊടുത്തതാണ് ദാസമാമൻ. ആ മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ടോ ഓരോ വീഡിയോസിലും? അല്ല എനിക്ക് സംശയം എന്താണെന്നറിയോ, ഈ ഷൂട്ട് ചെയ്യണ സമയത്ത് ഓൺലൈൻ മീഡിയാസ് എങ്ങനെ അതിനകത്ത് വരുന്നത്? സാധാരണ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു മൂവിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഇവന്മാരെ ഒന്നും അടുപ്പിക്കത്തില്ല. ഇതിന്റെ ബിറ്റ്സ് എങ്ങനെ അത് പുറത്തോട്ട് പോകുന്നതെന്ന് മനസ്സിലാവും. അത് ഇയാള് പറയണ, ഈ മാമൻ പറയണത് രണാസുന എങ്ങോട്ട് പോവോ അവിടെ ഇവർ ഇതും കൊണ്ട് പോവും. എന്നിട്ട് അവള് ടോയ്ലറ്റ് കയറുമെങ്കിൽ ഇങ്ങനെ കൊണ്ടു ചെല്ലും. അതിന്റെ വിടവിൽ കൂടെ എങ്കിലും ഒക്കെ പിടിക്കും കേട്ടാ. സത്യം പറഞ്ഞാൽ അവക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായി. കുളിക്കാൻ കയറിയുള്ള ഡ്രസ്സ് മാറാൻ പോലും പറ്റൂല. അതിന് രേണുവല്ലേ ഇവരെയൊക്കെ വിളിച്ചകത്ത് കയറ്റണത് മേക്കപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാരി ഉടുക്കാനായിട്ട് ഒരു റൂമിൽ കയറിയാ അവിടെ ക്യാമറ. അത് രേണു വിളിച്ച് കയറ്റണ. അതിന് പുള്ളിക്കാരി വന്നിരുന്ന് വെളുപ്പിക്കുകയാണ്, ജനങ്ങളിൽ എത്തിക്കുകയാണ്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരെപ്പോഴും കാണും. എൻ്റെ അടുത്ത് അത്ര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കാണും. എൻ്റെ അടുത്ത് പിന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം പെരുത്ത് അങ്ങ് പോയി. അപ്പം ഭയങ്കര ഇഷ്ടമായി. കമൻറ്റുകൾ വരണേണ് രസം. കോമഡി കമൻറ്റുകളാണ്. വിധവ ജീവിക്കട്ടെ. നിങ്ങൾക്കെന്താ വിധവ ജീവിക്കണേനെന്താ? വിധവയ്ക്കിപ്പോൾ വന്നു തുണി പോലും ഇല്ലാത്ത അവസ്ഥയിലായി. പോട്ട് വിധവയല്ലേ. എല്ലാം ചേട്ടന് വേണ്ടിയിട്ട്. അതൊന്നും സോഷ്യൽ മീഡിയ കാണുന്നില്ല, കണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കാനും വേണ്ടി വല്ലതും വേണ്ടേ? അല്ല ഇയാള് പറഞ്ഞത് ഞാൻ നല്ലതൊക്കെ ചെയ്തത് അത് സമൂഹത്തിൽ ആരും കാണുന്നില്ല എന്നാണ്. അതൊന്നും കാണിച്ചു തരൂ പ്ലീസ്. റീൽസിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പം നല്ല വൈറലായ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വൈറലുമായി ഈ കണക്കിനാണെങ്കിൽ വയറില്ലോ നല്ല വയറായി. ഇപ്പൊ മറ്റേ തെങ്ങ് കയറണ വീഡിയോ കണ്ടില്ലേ? അകൃതി കയറാൻ വയ്യ. അത് വെച്ചിട്ട് ഇടിച്ചിടിച്ചങ്ങ് കയറിയാണ്. പറ്റണില്ല. എന്റെ രണാസുനെ ഒന്ന് മൂട്ടിത്തള്ളാവോ. ഇതാണ് അഭിനയം. പിന്നെ മാമ സമ്മതിച്ചു നിങ്ങളാ. ഇത് ഒരു റീൽസേ അല്ല, ഒരു ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചു, നായികയായിട്ട് അഭിനയിക്കാൻ മറ്റൊരാളെ വിളിച്ചു. അതിൽ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ ഒരു ഇൻറ്റിമേറ്റ് അങ്ങ് ഷൂട്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ സിനിമ കാണുന്ന സമയത്താണ് കാണുക. നായകനും നായികയും തമ്മിൽ അടുക്കുന്നു. ലിപ് ലോക്ക് വരെ സംഭവിക്കാറുണ്ട് സിനിമകളിൽ. കണ്ടില്ലേ? എത്രയോ തീവണ്ടി എന്ന സിനിമയിലൊക്കെ ലിപ് ലോക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു. അവർ തമ്മിൽ അടുത്തല്ലോ, അടിപൊളി, കൈയടിക്കുന്നു അല്ലേ? ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറ, എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ? നായകനും നായികയും. എന്റെ സിനിമ തിയേറ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ലാന്നൊക്കെ പല ആൾക്കാരും പറയും. തിയേറ്ററിൽ ഇറങ്ങി അപൂർവത്തിൽ തിയേറ്റർ പറഞ്ഞിട്ടില്ല, തിയേറ്റർ ഇറങ്ങി പല്ലൊക്കെ പോയി. എനിക്കറിയാം എന്ത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ആൾക്കാർ എവിടെ കാണണം? തിയേറ്ററിൽ കാണണം, ബിസ്ക്രീനിൽ കാണണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണണം.
അല്ലേ? അതാണ് അതിന്റെ ഒരു മാന്യത. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ അറിയാതെ അവിടെ വന്നു കഴിയുന്ന സമയത്താണ് പല ഓൺലൈൻ മീഡിയാസ് ഞാൻ കാണുന്നത്. അപ്പൊ അവിടുത്തെ മൊത്തം ഒരു അന്തരീക്ഷം, മൊത്തം ക്രൂസ് എന്ന് പറയുന്നത് എന്താ, ഇവരെ വിളിച്ചു വരുത്തിയവർ വന്നതാണ്. ആണ് ഇല്ലെന്ന് പറയരുത്, വിളിച്ചു വരുത്തിയാണ് നിങ്ങളെ പിറകെ നടക്കുന്നത്. പ്രത്യേകിച്ച് രണാസുന ഉള്ളിടത്ത് രണാസുന മുമ്പേ വിളിച്ച് പറയും, നിങ്ങളെല്ലാവരും കൊട്ടോട് വെടിയോട് വരണം, വന്ന് ഞാൻ 1-ന് പോണതും 2-ന് പോണതും എല്ലാം പകർത്തണം, പിന്നെ ബെഡ്റൂം സീന് പകർത്തണം, പിന്നെ ഞാൻ കുളിക്കാൻ കയറുന്നത് പകർത്തണം, ബ്ലൗസ് ഇടുന്നത്, അടിവസ്ത്രം ഇടുന്നത് എല്ലാം പകർത്തണമെന്ന് പറയണത് ആരാണ്? രണാസുന കണ്ടന്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആൽബം ആയിരുന്നാലും അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുള്ള ഭാഗങ്ങൾ, പ്രധാനമായിട്ടും ഏപ്പടം പോലെയുള്ള രംഗങ്ങൾ, മസാല സാധനങ്ങൾ പ്രത്യേകിച്ചും ജനങ്ങളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി റീൽസ് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ജനങ്ങൾ വിചാരിക്കും ആ ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഇപ്പൊ ആ ഡയറക്ടർ പെണ്ണ് പറയണ എന്തോന്നെ, കിച്ചുവാ എന്തരാ യൂച്ചു, അവള് ആക്ഷൻ, അവള് പറയണ എന്തോന്നാണ്, ഈ രംഗങ്ങളൊന്നും എൻ്റെ ഇതിലില്ല, അവളെ ആൽബത്തിൽ ഈ രംഗങ്ങളില്ല, 1-2 സീനുകളേ ഉള്ളൂ, ഇവർ പൊക്കിയിട്ട് അടിക്കണതൊന്നും ഇല്ല. ഇവർ മനഃപൂർവ്വം ഇവർ 3-4 പേര് കൂടി ചേർന്ന്, രണാസുനെ എല്ലാവരും കൂടെ ചേർന്ന് കണ്ടന്റിന് ഇതിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടിയിട്ട് അവർ ഓരോ ഭാഗങ്ങളെടുത്ത് ഇട്ടതാണ്, മീഡിയാസിന് ഇട്ട് കൊടുക്കണതാണ് എന്ന് ആ പെണ്ണ് പറയുന്നു. ആക്ഷൻ അവള് പറയുന്നുണ്ട്, ദാസേട്ടാ അവിടെ പിടി, ദാസേട്ടാ മുട്ടം കൊടു, അവിടെ കൊടു, ഇവിടെ കൊടു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവള് പറയണ സീനുണ്ട്. എന്നിട്ട് ഇപ്പം പറയണ എന്തരാണ്, അതൊക്കെ രേണു മറ്റുള്ള കോഴികളെല്ലാം കൂടി ചേർന്ന് ചെയ്തതാണെന്നാണ് ഇവള് പറയണത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തി പ്രതികരിച്ചില്ല? അത് പിന്നെ ചുളുവിന് ഫേമസ് ആവാൻ പറ്റുന്ന ചാൻസ്. പാപ്പ എങ്ങനെയെങ്കിലും എൻ്റെ ഇടയിലോട്ട് കയറണ്ടേ, മാമായം വെച്ച് പാപ്പ കയറണ്ടേ, മാമ പിന്നെ എങ്ങനെ ഉണ്ട്? റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഇതാണ് ഐറ്റം. പിന്നെ ബാക്കി എന്തെങ്കിലും കിട്ടില്ല. ഇത് വേറെ ഏതാ പടമാണ്, നോക്കട്ടെ. നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പണിക്ക് എന്നെ വിളിക്കരുത്. കനകം കൊള്ളാം. നമുക്ക് പാക്കും പറ്റിയും തിന്നണത് കാണാം. എടുക്കാണ്, പാക്കും പറ്റിയും എടുക്കണ്. രണ്ടടം ഇത് പാക്കും കൊയിലയും കൂടെ കവിളിലോട്ട് വെക്കുന്നു, കടിക്കുന്നു വെച്ച് നോക്കിക്കോ. ഡാ കൊറുമ്പണ്, ചുണ്ണാമ്പും വെച്ച് വെറ്റാകത്തോട്ടാക്കണ്. പല്ല് വെക്കുന്നതായിരിക്കും, പല്ല് പൊഴിഞ്ഞു പോയത് വെക്കുന്നതായിരിക്കും. പല്ലാണ് വെക്കുന്നത്, പല്ലില്ലേ അപ്പൊ ശരിക്കും? 4 ലക്ഷം രൂപയുടെ പല്ലാണ് എടുത്ത് വെക്കണം. നീ അറിഞ്ഞ ചിരിമണിയൊന്നും അല്ല. ആദ്യം വാക്ക് തിന്നുകണ്, എന്നിട്ടാണ് ആളുകൾ പറയണത് വിധവ കഷ്ടപ്പെടുന്ന 4 ലക്ഷം രൂപയ്ക്കാണ് ഈ പല്ലെടുത്ത് വെച്ചിരിക്കുന്നത്. പാക്കും മറ്റേ നിന്നും കണക്ക് പൊയിലയും ചുണ്ണാമ്പും കൂടെ ഒക്കെ അകത്താക്കി ഒരറ്റത്തോട്ട് പാക്കും പൊയിലയും കൂടെ ഇങ്ങനെ കൊറുമ്പി വെക്കുന്നുണ്ട്, പിന്നെ എടുത്ത് ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുന്നുണ്ട്. എന്നിട്ട് ആ ചുണ്ടിലെന്തോട്ടെ കടയിലോട്ട് നോക്കിക്കേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ, ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്ക്. ദാസേട്ട് കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ, കുറച്ചുകൂടെ. ഇയാളെ ഭാര്യ അതിൽ ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് ഭാര്യയ്ക്ക് കുഴപ്പമില്ലായിരുന്നാന്ന്. അപ്പം അയാൾ വിക്കി പറയുന്നു, മിക്കവാറും അവിടെ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്, മിക്കവാറും അടിച്ച് പിരിഞ്ഞ് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞാണ് അവരെ കൊണ്ടുവന്ന് നിർത്തണത്. അതിന് പറയണത് നമ്മൾ പോണിടത്ത് ഇവരെങ്ങനെ അറിഞ്ഞിട്ടാണാ എന്തോ ആരാധകർ വരണമെന്ന്. കിച്ചു ശല്യം കൊണ്ട് കിച്ചു ഇപ്പം പറയണ എന്തോന്നാണ്, എങ്ങനെയെങ്കിലും കെട്ടി വലിച്ചുകൊണ്ട് പോയാൽ മതിയെന്ന് കിച്ചു പറഞ്ഞ്. അമ്മേരെ കല്യാണം അമ്മ കെട്ടട്ടെന്നു. അല്ല, കിച്ചുവിനൊരു കാര്യമുണ്ട്, രേണുവിനെ ആ വഴിക്ക് വിട്ടാലേ കിച്ചുവിൻ്റെ വഴിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കിച്ചു അതുകൊണ്ടാണ് കൺട്രോൾ ചെയ്യാത്തത്.
അഭിനയം നിർത്താൻ പോണു എന്നൊക്കെ പറയുന്നു, നീ അതറിഞ്ഞില്ലേ? അഭിനയം നിർത്താൻ പോണു. അമ്മ പറയുന്നുണ്ട് മോളെ കാര്യം. എന്റെ മോള് മിടുക്കിയാണ്. എന്റെ മോള് നല്ല ഡാൻസ് പഠിക്കുക, കുഞ്ഞിലേ ഡാൻസ് പഠിക്കുക, മിടുക്കിയാണ്. എന്തെന്ന് ചോദിച്ചാ കുന്തെന്ന് പറയും. അങ്ങനെയാണ് എൻ്റെ മോള്. മൂത്ത മോൾ അങ്ങനെയല്ല. എൻ്റെ ഇളയ മോള് ഞാനൊരു പാവമാണ്, അമ്മച്ചി ഒരു പാവമാണ്, അച്ഛൻ്റെ കണക്കാണ് മോൾ, അച്ഛൻ്റെ സ്വഭാവമാണെന്ന്. എന്തെന്ന് ചോദിച്ചാൽ എന്തോന്ന് പറയും, കുന്ത്. അതുകൊണ്ട് മോള് പണം കൊണ്ടുപോവാന്നും പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിടും. ഒരു ബാഗും തൂക്കി മോൾ അങ്ങ് പോവും പണം ഉണ്ടാക്കാൻ. എന്തിനാണ് പോണം? പണം ഉണ്ടാക്കാൻ. അവിടെ അത്രയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ എണ്ണം പിറക്കേ നടക്കും. പണം ഉണ്ടാക്കിയ പോരെ. അത് അത്രയേ ഉള്ളൂ, പണം.